ഇപ്പോൾ നമുക്കൊപ്പം രാഹുൽ ഈശ്വർ ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, മത്സരിച്ച് വിജയിക്കുന്നവർക്കാണ് പുരസ്കാരമുള്ളത്. അത്തരത്തിൽ നിലനിൽക്കുന്ന പുരസ്കാരത്തിന് മുതിർന്നവർ, യുവതലമുറ അങ്ങനെയൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ? താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഈ മലയാളത്തിലെ മഹാനടന്മാർ മാറി നിൽക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ട് കാര്യങ്ങൾ. ശ്രീമതി ശാരദക്കുട്ടിയുടെ പോസ്റ്റ് പൂർണ്ണമായും തെറ്റാണ്. അവരുടെ സ്പിരിറ്റ് ശരിയായിരിക്കാം, പക്ഷെ പോസ്റ്റ് തെറ്റാണ്. അതിനൊരു കാരണമുണ്ട്. ആ കാരണമെന്ന് പറയുന്നത്, അതായത് മോഹൻലാൽ ഇപ്പം തരുൺ മൂർത്തിയുടെ തുടരുവിൽ അഭിനയിച്ചു. മോഹൻലാലിന് ഏറ്റവും മികച്ച നടനായി കിട്ടുകയാണെങ്കിൽ അത് മോഹൻലാലിന് മാത്രമുള്ള അവാർഡല്ല, തരുൺ മൂർത്തിക്കും എൻറ്റയർ ഫിലിം ടീമിനുമുള്ള അവാർഡാണ്. അതായത് ഞാനോ താങ്കളോ പുതിയൊരു സിനിമ ചെയ്തു, അതിൽ മമ്മൂട്ടിയോ മോഹൻലാലോ അഭിനയിച്ചു, അവർക്ക് മികച്ച അഭിനേതാവായി കിട്ടിയാൽ അത് ആ അഭിനേതാവിനുള്ള റെക്കഗ്നിഷൻ മാത്രമല്ല, അത് ആ ഡയറക്ടർക്ക്, പ്രൊഡ്യൂസർക്ക്, എൻറ്റയർ ഫിലിം സെറ്റിനുള്ള റെക്കഗ്നിഷനാണ്. നേരത്തെ വിനു കിരിയത്ത് സാർ പറഞ്ഞതുപോലെ കുറച്ചു കാലം മുമ്പ് ദാസേട്ടൻ അങ്ങനെ എഴുതി കൊടുത്തതായിട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിട്ടുണ്ട്. ശരിയാണോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ പാടില്ല. രണ്ടാമത്തെ പോയിന്റ്, ഈ യങ് താരങ്ങൾക്ക് അങ്ങനെ ഒരു ചാരിറ്റിയോ മാറി നിൽക്കലിന്റെയോ ആവശ്യമില്ല. അതായത് അവർ ഫൈറ്റ് ചെയ്ത് തന്നെ വളരണം, പോസിറ്റീവ്ലി ഹെൽത്തി ആയിട്ട് ഫൈറ്റ് ചെയ്ത് തന്നെ വളരണം. നമുക്കറിയാം, ശ്രീ മമ്മൂട്ടിയൊക്കെ ഒരുപാട് യുവതാരങ്ങളെ കൈയച്ച് സഹായിക്കുന്നതാണ്, പ്രോത്സാഹിപ്പിക്കുന്നതാണ്, പുതിയവർക്ക് അവസരം കൊടുക്കുന്നതാണ്. അപ്പം പുതിയൊരു ഡയറക്ടർ, താങ്കളോ ഞാനോ വന്ന് എന്റെ സിനിമയിൽ ഏറ്റവും മികച്ച രീതിയിൽ മമ്മൂട്ടി അഭിനയിച്ചു, പക്ഷേ മമ്മൂട്ടിക്ക് ആ തവണ അവാർഡ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് തീരുമാനിച്ചാൽ അത് എന്റെ സിനിമയ്ക്ക് കൂടി കിട്ടാതെ പോകുന്ന ഒരു പുരസ്കാരമാണ്. അപ്പൊ നമുക്ക് ഭംഗിക്ക് വേണ്ടി മമ്മൂട്ടി മോഹൻലാൽ മാറി നിൽക്കണമെന്ന് പറയാം, പക്ഷെ അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ഉണ്ടാവേണ്ടത്. പകരം മമ്മൂട്ടിക്കും മോഹൻലാലിനും അടക്കം എല്ലാവരും തമ്മിൽ ഒരു ഫെയർ കോമ്പറ്റീഷൻ വേണം. മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് അവാർഡ് കൊടുക്കരുത്. മമ്മൂട്ടി വലിയ താരമാണ്, അദ്ദേഹത്തെ നമ്മുടെ അവാർഡ് പരിപാടിക്ക് കൊണ്ടുവരാൻ പറ്റും, അതുകൊണ്ട് അവാർഡ് കൊടുക്കണം എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് മാറ്റി മമ്മൂട്ടി വേഴ്സസ് ആസിഫ് അലി വേഴ്സസ് ടോവിനോ വേഴ്സസ് പൃഥ്വിരാജ് വേഴ്സസ് ലാലേട്ടൻ വേഴ്സസ് സുരേഷ് ഗോപി വേഴ്സസ് ആരാണെങ്കിലും അവർ ഫെയർ ആൻഡ് സ്ക്വയർ ഫൈറ്റ് ചെയ്യണം. കിട്ടുന്നത് ഈ അഭിനേതാക്കൾക്ക് മാത്രമല്ല, ആ കഥാപാത്രത്തിന് കൂടിയാണ്. അതുകൊണ്ട് പൂർണ്ണമായിട്ടും അത്തരം അനാവശ്യമായ അത്തരം ഔദാര്യങ്ങളൊന്നും സിനിമയിൽ ആവശ്യമില്ല. സിനിമയിൽ ആർക്കും ആരുടെ ഔദാര്യം ആവശ്യമില്ല. ലാലേട്ടനും മമ്മൂട്ടിയും ഒക്കെ ഒരുപാട് സിനിമകൾ, മമ്മൂക്കയൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്തു. അതുകൊണ്ട് മമ്മൂട്ടിക്ക് ലാലേട്ടന് രണ്ട് വർഷം മാറി നിൽക്കട്ടെ, പുതിയ താരങ്ങൾക്ക് ആ മാർക്കറ്റ് കൈയടക്കാൻ അവസരം കൊടുക്കട്ടെ എന്ന് പറയാൻ പറ്റൂ. അപ്പൊ അതേപോലെ തീർച്ചയായിട്ടും അവാർഡുകളുടെ കാര്യത്തിൽ ആരെയും ഒഴിവാക്കരുത്, അവർ സ്വയവും മാറി നിൽക്കരുത്. കാര്യം അങ്ങനെ ശ്രീ മമ്മൂട്ടിയും മോഹൻലാലും ചെയ്താൽ അവർ ചെയ്യുന്ന സിനിമയോടുള്ള ഒരു അനീതിയാകും, അവർ ചെയ്യുന്ന മികച്ച ആ കഥാപാത്രത്തോടുള്ള അനീതിയാകും. ആ കഥാപാത്രത്തിനും കൂടിയാണ് അവാർഡ് കിട്ടുന്നത്, മോഹൻലാലിന് മാത്രമല്ല, മമ്മൂട്ടിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ ശ്രീ ദിലീപിന് മാത്രമല്ല, ശ്രീ പൃഥ്വിരാജിന് മാത്രമല്ല, ആ കഥാപാത്രത്തിന് കൂടിയാണ്. അതുകൊണ്ട് മറ്റേത് കേൾക്കുമ്പോൾ ഫാൻസ് തോന്നും മമ്മൂട്ടിക്ക് മോഹൻലാലിനും ഒരു അവാർഡ് കിട്ടിയല്ലോ, അതുകൊണ്ട് അവർ ഇനി മാറി നിൽക്കട്ടെ. അങ്ങനെയല്ല, ആ കഥാപാത്രത്തിനെയും കൂടെയാണ് നമ്മൾ ആദരിക്കുന്നത്. ആ അഭിനേതാവ് ആ വേഷപ്പകർച്ചയിൽ കഥാപാത്രത്തിലേക്ക് പകർന്നാടുമ്പോൾ. അതുകൊണ്ട് ആ അഭിപ്രായം ശരിയല്ല. പകരം എല്ലാവരും ഫെയർ ആൻഡ് സ്ക്വയർ ആയി ഫൈറ്റ് ചെയ്യട്ടെ. മമ്മൂട്ടിയും ആസിഫ് അലിയും രണ്ട് ക്യാരക്ടേഴ്സ് തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോൾ ആസിഫ് അലിയാണ് ബെറ്ററെങ്കിൽ ആസിഫ് അലിക്ക് കിട്ടട്ടെ. യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്യണം. അതിനർത്ഥം ബാക്കിയുള്ളവരെ, നമ്മുടെ ഈ മഹാനടന്മാരെ ഇഗ്നോർ ചെയ്യണമെന്നല്ല. എന്റെ വോട്ട് മമ്മൂക്കയ്ക്കാണ്, യാതൊരു സംശയവുമില്ല. ഞാൻ വലിയ മമ്മൂട്ടി മോഹൻലാൽ ഫാനാണ്. അതുകൊണ്ട് എന്റെ വോട്ട് മമ്മൂക്കയ്ക്കാണ്. ഇനി എത്ര തവണയും അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായും താങ്കൾ ദയവായി തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ മുഹമ്മദ് ഇബ്രാഹിം, നമുക്കറിയാം 2024 കലാമൂല്യം കൊണ്ടും ജനപ്രീതി കൊണ്ടും ഏറെ മുന്നിട്ട് നിന്നൊരു സിനിമാ വർഷം തന്നെയാണ്. അക്കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇപ്പോഴെന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് മലയാളത്തിന്റെ മഹാനടൻ, 2024 മികച്ച നടൻ ആരായിരിക്കും, മികച്ച നടി ആരായിരിക്കും എന്നുള്ള കാത്തിരിപ്പാണ്. താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? അതിനുശേഷം ഞാൻ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഞാൻ ഈ വിഷയത്തിലൂടെ മനസ്സിലാക്കിയത്, പോസ്റ്റുമായി ബന്ധപ്പെട്ട് വായിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ആദരവായിട്ടോ പ്രോത്സാഹനമായിട്ടാണ് ശ്രീമതി എസ് ശാരദക്കുട്ടി അത് കണ്ടിട്ടുള്ളത്. സത്യത്തിൽ ഇത് ആദരത്തിന്റെയും പ്രോത്സാഹനത്തിന്റെയും പ്രശ്നമല്ല, ഇതൊരു മത്സരമാണ്. ഈ മത്സരത്തിൽ ഇപ്പൊ നമ്മളൊരു ചെറിയ മത്സരം, കോളേജ് ഡിബേറ്റ് മത്സരത്തിന് പോകുന്നു, നല്ല പ്രസംഗ മത്സരത്തിന് പോകുന്നു. ആ മത്സരങ്ങളൊക്കെ നമ്മളൊരു ഏജ് ക്രൈറ്റീരിയ വെക്കും. ഈ ഏജ് ക്രൈറ്റീരിയ ഉള്ളൊരു മത്സരമല്ല ഇത്. ഈ അടിസ്ഥാനപരമായി ഈ മത്സരത്തിൽ ഇവിടെ നോക്കുന്ന ഒരു കാര്യം, ഇവരിൽ ആരാണ് നന്നായി അഭിനയിക്കുന്നത് എന്നുള്ളത്. അവിടെ ഏജ് ക്രൈറ്റീരിയ ഒരു ബാധകമായ ഒരു കാര്യമല്ല. അവിടെ ആരാണ് നന്നായി പെർഫോം ചെയ്യുന്നു എന്നത് മാത്രമാണ് അടിസ്ഥാന വിഷയം. പിന്നെ ഈ അഭിപ്രായത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോസ്റ്റ് കോവിഡ് കാലത്ത് മമ്മൂട്ടി എന്ന നടൻ നടത്തിയിട്ടുള്ള, അയാൾ നടത്തിയ എക്സ്പീരിമെന്റ്, അയാൾ നടത്തിയ പെർഫോമൻസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ആരെയും അമ്പരിപ്പിക്കുന്ന പെർഫോമൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ എന്തിന്റെ പേരിലാണ് മാറി നിൽക്കേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അയാൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ തമാശക്ക് ഈ സ്കൂളിലൊക്കെ മത്സരിക്കുമ്പോഴൊക്കെ പറയും, നിങ്ങൾ ഈ കുറെ മത്സരം കിട്ടിയിട്ട് മാറി നിന്നൂടെ എന്നൊക്കെ ചോദിക്കുന്ന പോലെ മാറി നിർത്താവുന്ന ഒരു കാര്യമല്ല. ഇവിടെ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്, മത്സരത്തിൽ പരിശോധിക്കപ്പെടുന്നത് പെർഫോം ചെയ്യുന്നുണ്ടോ, ആ പെർഫോമൻസ് നമ്മളെ കൂടുതൽ
എക്സൈറ്റ് ചെയ്യുന്നുണ്ടോ, കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് ആ പെർഫോമൻസിനാണ് നമ്മൾ അവാർഡ് കൊടുക്കുന്നത്, പെർഫോമൻസിനാണ് നമ്മൾ വിലയിരുത്തുന്നത്. ആ പെർഫോമൻസിൽ ഏതൊരു ക്രൈറ്റീരിയ അല്ല ഞാൻ കരുതുന്നത്. അവിടെ നമ്മളെ കൂടുതൽ അമ്പരിപ്പിക്കുന്ന തരത്തിൽ ഇവർ ഇടപെടുന്നുണ്ടെങ്കിൽ, അഭിനയിക്കുന്നുണ്ടെങ്കിൽ അവർക്കാണ് കൊടുക്കേണ്ടത്. മമ്മൂട്ടിയാണ്, മോഹൻലാലാണ് എന്ന തരത്തിലുള്ള മാറ്റി നിർത്തലൊന്നും സാധ്യമായ കാര്യമില്ല. പിന്നെ ഇതിനകത്തൊരു ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇപ്പൊ രാഹുൽ ടീച്ചർ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്തൊരു കാര്യം പറയേണ്ടത്, ഒരു സിനിമ എന്നത് അടിസ്ഥാനപരമായ ആരുടെ പ്രൊഡക്റ്റാണ്, ഒരു ഡയറക്ടറിന്റെ പ്രൊഡക്റ്റാണ്, ഒരു പ്രൊഡ്യൂസറിന്റെ പ്രൊഡക്റ്റാണ്. നിയമപരമായി ഒരു സിനിമയുടെ കോപ്പിറൈറ്റ് ഉള്ളത് പ്രൊഡ്യൂസർക്കാണ്. ആ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ഡയറക്ടറും കൂടിയാണ് അവിടെ മത്സരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു നടൻ മാത്രമല്ല. അതുകൊണ്ട് ആ എൻ്റെ പ്രൊഡക്റ്റിനുള്ള വിലയിരുത്തലാണ് ഒരു അവാർഡിൽ നടക്കുന്നത്. ആ പ്രൊഡക്റ്റിനുള്ള വിലയിരുത്തൽ നടക്കുന്ന ഘട്ടത്തിൽ മത്സരത്തിൽ വരുന്ന ഒരു കാര്യത്തെ നമ്മൾ എന്തിന്റെങ്കിലും ക്രൈറ്റീരിയയുടെ പേരിൽ നമുക്ക് മാറ്റി നിർത്താനാവില്ല. ഇതിപ്പോ സ്വയം മമ്മൂട്ടി എന്ന് നടനോ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് നടനോ ആവശ്യപ്പെട്ടാൽ പോലും അങ്ങനെ അവരെ പിൻവലിക്കാൻ കഴിയില്ല. കാരണം ഇത് അവർ വ്യക്തിപരമായി നടത്തുന്ന പെർഫോമൻസിനുള്ള കാര്യം മാത്രം. തീർച്ചയായും ശ്രീ മുഹമ്മദ് ഇബ്രാഹിം, നമുക്കറിയാം ഈ മുതിർന്ന തലമുറയിൽ നിന്നാവട്ടെ യുവതലമുറയിൽ നിന്നാവട്ടെ മികച്ച സിനിമകൾ ഉണ്ടാകുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. നമുക്കറിയാം മഞ്ഞുമൽ ബോയ്സ് ഒക്കെ ഇന്ത്യൻ സിനിമയെ പോലും ഞെട്ടിച്ചൊരു സിനിമയാണ്. അപ്പോൾ അങ്ങനെ യുവതലമുറ അല്ലെങ്കിൽ മുതിർന്ന തലമുറ എന്നൊക്കെ മാറ്റി നിർത്തേണ്ട ആവശ്യമുണ്ടോ? താങ്കൾ എന്താണ് തോന്നുന്നത്? ഇല്ല, അങ്ങനെ ഇല്ലെന്ന് തന്നെ എന്റെ അഭിപ്രായം. അതാ ഞാൻ പറഞ്ഞു. ഒന്നാമത്തെ കാര്യം, ഇത് പെർഫോമൻസിനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരാൾ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ ഒരു മത്സരത്തിന് നിങ്ങൾ ക്രൈറ്റീരിയ ആയിട്ട് ആദ്യം വെക്കണം. ഇങ്ങനെ ക്രൈറ്റീരിയയിൽ ഇത്ര പേരെ ഞങ്ങൾ മത്സരിപ്പിക്കുള്ളൂ എന്ന് പറയണം. അങ്ങനെയല്ല, രണ്ടുപേർ തമ്മിൽ മത്സരിക്കുന്നു. അവരെ കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്ന ആരാണോ അവർക്ക് സമ്മാനം കൊടുത്തേ പറ്റുള്ളൂ. അതിൽ തർക്കമൊന്നുമില്ല. പിന്നെ ഈ നമ്മളൊരു ഒരു ഫേവറിന്റെ വിഷയത്തിൽ പരിഗണിക്കേണ്ട കാര്യമല്ല. കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് മലയാള സിനിമയിൽ യുവ ആളുകൾ കടന്നു വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ, കുമ്പളങ്ങി നേടിച്ചുള്ള സിനിമകൾ, ട്രാഫിക്കിൽ തുടങ്ങുന്ന മൂവ്മെന്റ്, ഈ സിനിമകളുടെ മുഴുവൻ മൂവ്മെന്റ് ഏതെങ്കിലും ഫേവർ കൊടുത്തിട്ടുണ്ടായതല്ല. അത് നമ്മുടെ കാഴ്ചാശീലം മാറി, അതിനുള്ള കാഴ്ചക്കാരിവിടെ ഉണ്ടായി, അതിനുള്ള അനുഭവങ്ങൾക്കുള്ള സ്വീകരണം ഒരു വശത്തുണ്ട്, മറുവശത്ത് അതിനുള്ള ക്രിയേറ്റീവായ ആളുകളുടെ പുതിയ ചെറുപ്പക്കാരൊന്നും ഉണ്ടാകുന്നുണ്ട്. അവരാരെങ്കിലും ഫേവർ കൊടുത്തിട്ടുണ്ടായതാണ്? ഏതെങ്കിലും കുറച്ച് പേര് കയറി വരട്ടെ എന്ന് ഏതെങ്കിലും ഒരു നടൻ പറഞ്ഞതുകൊണ്ടോ സ്റ്റാർ പറഞ്ഞുകൊണ്ടോ കയറി വന്നതല്ല. അവരുടെ ക്രിയേറ്റീവ് കണ്ടന്റ് കൊണ്ട് കയറി വന്ന ആളുകളാണ്. അങ്ങനെ ആളുകൾ കയറി വരുന്ന കാലത്ത് അവർക്ക് ഫേവർ കൊടുക്കുന്ന സത്യത്തിൽ അവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നാണ്. ശരി, താങ്കൾ ദയവായി രണ്ടുപേരും ഒന്ന് തുടരുക. ഒരു പ്രേക്ഷകൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്, ജയകുമാർ നെയ്യാറ്റിൻകര അല്ലേ? ശ്രീ ജയകുമാർ, എന്തായാലും ഇന്ന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. താങ്കൾ പ്രതീക്ഷ എന്നതിനൊപ്പം മലയാളത്തിലെ മുതിർന്ന നടന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ വിട്ടു നിൽക്കണമെന്നൊരു അഭിപ്രായം കവയിത്രി ശാരദക്കുട്ടി നൽകിയിരുന്നു. താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? അങ്ങനെ മാറി നിൽക്കേണ്ട സാഹചര്യമുണ്ടോ? തീർച്ചയായിട്ടും ശാരദക്കുട്ടി മേഡത്തിന്റെ ആ അഭിപ്രായത്തോടെ ഞാൻ യോജിക്കുന്നു. അതാണ് വേണ്ടത്. യുവത്വത്തിന് അംഗീകാരം കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. എനിക്ക് ഒറ്റ വാക്കിൽ ഇതേ പറയാനുള്ളൂ. ഇനിയും ഒരുപാട് യുവാക്കൾ മലയാള സിനിമാ രംഗത്ത് കടന്നു വരുന്നുണ്ട്, വരാനുണ്ട്. അവരുടെ പ്രാതിനിധ്യം മലയാള സിനിമയ്ക്ക് അങ്ങനെ ഒരു മാറ്റി നിർത്തലിന്റെ ആവശ്യമുണ്ടോ? കാരണം മത്സരിച്ച് ഞാനിപ്പോഴും മമ്മൂട്ടിയുടെ പടം കണ്ടുകൊണ്ടിരിക്കുക, 1 എന്ന സിനിമ. പക്ഷെ അപ്പോഴും ഞാൻ പറയുന്നു, അവർക്കൊക്കെ ആവശ്യത്തിലധികം അംഗീകാരം കേരളത്തിലും കേന്ദ്രത്തിൽ നിന്നൊക്കെ ആവശ്യം പോലെ കിട്ടിയിട്ടുണ്ട്, അംഗീകരിക്കുന്നുണ്ട്, രണ്ടുപേരെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോഴും ഒരു കാര്യം ബാക്കി നിൽക്കുന്നു, കടന്നു വരുന്ന യുവതലമുറയ്ക്ക് അംഗീകാരം. എനിക്ക് 63 വയസ്സുണ്ട്. ഞാൻ മലയാള സിനിമ കണ്ടു വളർന്ന സത്യൻ ഇവരുടെ ഇടയിൽ നിന്നാണ്. പിന്നീടാണ് മോഹൻലാൽ, മമ്മൂട്ടി. ഞാൻ ആരാധിക്കുന്നു എന്നൊന്നും പറയുന്നില്ല, പക്ഷെ യുവത്വത്തിന് അംഗീകാരം കൊടുക്കുക. 63 വയസ്സുള്ള ഒരാളാണ് ഞാൻ പറഞ്ഞത്. ശാരദക്കുട്ടി മാഡത്തിന്റെ ആ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു. ഓക്കെ, വളരെ നന്ദി ശ്രീ ജയകുമാർ. ശരി, വളരെ നന്ദി ശ്രീ ജയകുമാർ വിളിച്ചതിന്. ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. അതെ, ശ്രീ രാഹുൽ ഈശ്വർ, അത് തന്നെയാണ് ആളുകളുടെ അഭിപ്രായം. അങ്ങനെയാണ്, ഒരു വിധത്തിൽ പല ആളുകളും പല അഭിപ്രായം പറയുന്നു. പക്ഷെ എപ്പോൾ പോലും പറഞ്ഞോളൂ. അല്ലല്ല, ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. നമ്മുടെ ലാലേട്ടന്റെ സിനിമാ ജീവിതത്തിന്റെ പ്രായമില്ല നമ്മുടെ കല്യാണി പ്രിയദർശൻ. ലാലേട്ടൻ സിനിമ വന്നതിന് ശേഷമാണ് കല്യാണി ജനിച്ചത്. പക്ഷേ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റ് കല്യാണി പ്രിയദർശനാണ്, അല്ലെങ്കിൽ കല്യാണി നൽകിയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ മഞ്ഞുമൽ ബോയ്സ്, നമ്മുടെ ഒരു സൂപ്പർ താരം, നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് വളരെ ശരിയായി പറഞ്ഞതുപോലെ പുതിയ തലമുറയ്ക്ക് ആ രീതിയിൽ അവർ ഫൈറ്റ് ചെയ്ത് വളരെ റെഡിയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു സൂപ്പർ സ്റ്റാറുകൾ ഇല്ലാതെ, അല്ലെങ്കിൽ കല്യാണിയാണല്ലോ അല്ലെ മെയിൻ. കല്യാണിയുടെ ലോകയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഹിറ്റ്, ഏറ്റവും വലിയ മലയാള സിനിമ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ 2018. അപ്പോ പുതിയ താരങ്ങൾക്ക് നമ്മൾ അവർക്ക് പ്രോത്സാഹനം കൊടുക്കണം, ഔദാര്യമല്ല.
അതായത് യുവതാരങ്ങൾ വളർന്നു വരുമ്പോൾ അവർക്ക് ഔദാര്യമോ ചാരിറ്റിയോ അല്ല, പ്രോത്സാഹനവും എൻകറേജ്മെന്റും ഇൻസ്പിറേഷനുമാണ് കൊടുക്കേണ്ടത്. ഇത് രണ്ടും രണ്ടാണ്. അതായത് ലാലേട്ടനും മമ്മൂക്കയൊക്കെ മാറി നിൽക്കുന്നു, അതുകൊണ്ട് നിനക്ക് അവാർഡ് കിട്ടി എന്നുള്ളതല്ല. അവരുടെ സ്പെഷ്യൽ പെർഫോമൻസിനെ അക്നോളജ് ചെയ്യാം, ലോഡ് ചെയ്യാം. ഇപ്പൊ ലോക പോലുള്ള സിനിമകൾ അടുത്ത വർഷമായിരിക്കും വരുന്നത്, അതിന്റെ ടെക്നിക്കൽ ബ്രില്യൻസിനെ കുറിച്ച് പറയാം. മഞ്ഞുമൽ ബോയ്സിന് സ്പെഷ്യൽ മെൻഷൻ കൊടുക്കുക. അപ്പൊ നമ്മൾ അവരെ എൻകറേജ്, ഇൻസ്പയർ, പ്രേരണ, പ്രോത്സാഹനം തുടങ്ങിയ കാര്യങ്ങൾ നൽകണം. ഔദാര്യം പോലുള്ള കാര്യങ്ങൾ നൽകിയാൽ ലോങ് ടേമിൽ അത് ബാക്ക് ഓഫ് അല്ല, തിരിച്ചടിക്കുകയുള്ളൂ. അപ്പൊ മോഹൻലാലും മമ്മൂട്ടിയും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ക്യാരക്ടറിനും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലാലേട്ടനും മമ്മൂട്ടിയും വരണം. ഇനിയും ഇതുപോലെ ഒരുപാട് പെർഫോമൻസുകൾ അവർക്ക് വരും. ഇപ്പൊ നമ്മുടെ എന്താ പറയുക, മോഹൻലാലിന് ഏതെങ്കിലും ഒരു ഗംഭീര പെർഫോമൻസ്, സതയം പോലുള്ള ഒരു സിനിമ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സിനിമയാണ് സതയം, അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ ഒരുപാട്, അല്ലെങ്കിൽ വടക്കം വീരഗാഥ. ഇന്നൊരു വടക്കം വീരഗാഥ വീണ്ടും ചെയ്താൽ മമ്മൂക്കയ്ക്ക് എങ്ങനെ ഒരു അവാർഡ് കൊടുക്കണം നമ്മൾ പറയൂ? കാര്യം അതിൽ അവിസ്മരണീയമായ, ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പെർഫോമൻസ് ആണ്. എന്തിനിപ്പം ബ്രഹ്മയുഗത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പെർഫോമൻസ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മമ്മൂട്ടിയും മോഹൻലാലും താരരാജാക്കന്മാരായി നിൽക്കുന്ന സമയത്ത് യുവതലമുറയ്ക്ക് അല്ലെങ്കിൽ യുവ നടന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പുരസ്കാരങ്ങൾ നമ്മൾ മാറിപ്പോകും, അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാതെ വരുന്ന ഒരു ആശങ്കയ്ക്ക് അർത്ഥമുണ്ടോ? ഒരിക്കലും ഇല്ലെന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് പറയുന്നത്. അവാർഡ് മാത്രമല്ലല്ലോ, കല്യാണി പ്രിയദർശന്റെ ലോക മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും എല്ലാ സിനിമകളുടെ മേളിൽ പോയിട്ടുണ്ട്. ഞാൻ മമ്മൂക്കയുടെ ഡൈഹാർട്ട് ഫാനാണ്. പക്ഷെ മമ്മൂക്കയുടെ ചില സിനിമകളെങ്കിലും ഈ 100 crore 200 crore ക്ലബിലേക്കൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. ഇനി എത്തുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല. അദ്ദേഹം ഒരു പക്ഷേ 500 crore ക്ലബിൽ കയറാനുള്ള മാസ് അപ്പീലുള്ള മനുഷ്യനാണ്. പക്ഷേ അപ്പൊ ഈ ഫെയർ ഫൈറ്റിംഗ് സ്പിരിറ്റ് മതി, എൻകറേജ്മെന്റ് മതി, ഔദാര്യം വേണ്ട. ഈ വ്യത്യാസം ക്ലിയർ ആയിട്ട് ഈ മുതിർന്ന തലമുറ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഈ യങ്സ്റ്റർ ആകുന്ന ഒരു തലമുറയെ നമ്മൾ ഡീമീൻ ചെയ്യുകയാണ്, വില കുറച്ച് കാണുകയാണ്. അവർക്ക് ഔദാര്യം കൊടുക്കണമെന്ന് പറയുന്നത് പോലെയാണ്. ഇവർ ഫെയർ ആൻഡ് സ്ക്വയർ ആയി ഫൈറ്റ് ചെയ്യട്ടെ. ആ രീതിയിൽ പ്രോത്സാഹനം കൊടുക്കുക, സ്പെഷ്യൽ മെൻഷൻ കൊടുക്കുക. പക്ഷേ ആ വർഷത്തെ ഏറ്റവും മികച്ച സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രത്തിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസിനാണ് പ്രൈസ് കൊടുക്കുന്നത്. അത് അങ്ങനെ തന്നെ കൊടുക്കണം. ഇവരെല്ലാം കൂടി വരുന്നൊരു സിനിമാ കുടുംബം തന്നെ വേണം. തീർച്ചയായും ശ്രീ